ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് ഇറാൻ തിരിച്ചടി തുടങ്ങി. ഇസ്രായേലിലേക്ക് ഇറാൻ 100ഓളം ഡ്രോണുകൾ തൊടുത്തു. ഇസ്രായേലിനെതിരെ തിരിച്ചടിയുണ്ടാകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്കകമാണ് ആക്രമണം. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിലായിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ വ്യോമാക്രമണം. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിച്ചുവെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. അതിനിടെ തെക്ക് കിഴക്കൻ ടെഹ്റാനിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുന്നതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സായികുമാറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സായികുമാർ, വീണ്ടും ഈ രാത്രി വളരെ നിർണായകമായി മാറുകയാണ്. ഇസ്രായേൽ ഇറാൻ ആക്രമണത്തിൽ ഇന്നത്തെ രാത്രി വളരെ പ്രധാനപ്പെട്ടത് കൂടിയാണ്. വിദേശ രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സമാധാനത്തിനു വേണ്ടി ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അമേരിക്ക ഈ ചർച്ചാ ടേബിളിലേക്ക് വരാൻ ഇറാനോട് പറയുന്നുണ്ടെങ്കിലും പരോക്ഷമായി ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യവുമാണ്. എന്താണ് സംഭവിക്കുന്നത്? എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഭയചകിതമായൊരു രാത്രിയാണോ ഇനി വരാനിരിക്കുന്നത്? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, ഈ രാത്രി എന്നുള്ളത് വളരെ നിർണായകമാണ്. ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും ഇസ്രയേൽ അവരുടെ വ്യോമാക്രമണം കടുപ്പിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് അൽ ജസീറ അടക്കമുള്ള അന്തർദേശീയ മാധ്യമങ്ങൾ നൽകുന്നത്. ഇപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തുള്ള കരാജിലും ഗോം നഗരത്തിലും, അതായത് തന്ത്രപ്രധാന നഗരമായ ടെഹ്റാനിൽ ഇപ്പോഴും ഇസ്രയേലിൻ്റെ വ്യോമാക്രമണം നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് അന്തർദേശീയ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇസ്രയേൽ ആയുധം താഴെ വെച്ചിട്ടില്ല. കൂടുതൽ കരുത്തോടെ അവർ അടി തുടരുക തന്നെയാണ്. ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇസ്രയേൽ തന്നെയാണ് പറഞ്ഞത് ഏകദേശം 100 ഡ്രോണുകൾ ഇസ്രയേൽ ലക്ഷ്യമാക്കി വന്നു എന്നുള്ളത്. പക്ഷേ ഇറാൻ അത് സ്ഥിരീകരിച്ചിട്ടില്ല. അവരത് തള്ളുകയും ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് തങ്ങളുടെ തിരിച്ചടി ഇങ്ങനെ ആയിരിക്കില്ല, ഇതിനേക്കാൾ വലിയൊരു തിരിച്ചടി തങ്ങൾ നൽകുക തന്നെ ചെയ്യും എന്നാണ് നേരത്തെ സംസാരിച്ച ഇറാൻ്റെ പ്രസിഡന്റായാലും അവരുടെ പരമോന്നത നേതാവായാലും ഒക്കെ പറഞ്ഞത്. ഈ ഒരു മണ്ടത്തരത്തിന് ഇസ്രയേൽ ഖേദിക്കേണ്ടി വരും എന്നാണ് അവരുടെ പ്രസിഡന്റ് അല്പം മുമ്പ് ജനങ്ങളോട് പറഞ്ഞത്. യോജിപ്പോടുകൂടി എല്ലാവരും രാജ്യത്തിനൊപ്പം നിൽക്കണം എന്നുള്ള ഒരു ആഹ്വാനം കൂടി ഇറാൻ ഇപ്പോൾ നടത്തുന്നുണ്ട്. അവരും പദ്ധതി ഒരുക്കുകയാണ്. അവരുടെ ആ തിരിച്ചടി കൂടി എപ്പോഴായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ലോകം ഏറെ ആശങ്കയോടുകൂടി നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു നേർക്കുനേർ യുദ്ധത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകുമോ എന്ന ആശങ്ക എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട്. ഈ രാജ്യങ്ങളുമായി എല്ലാ രാജ്യങ്ങളും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. നെതന്യാഹു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടക്കം ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അപ്പോഴും ഇന്ത്യ ആവശ്യപ്പെട്ടത് ഒരു യുദ്ധത്തിലേക്ക് പോകരുത്, സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരണം എന്ന് തന്നെയാണ്. അപ്പോൾ സംസാരിക്കുന്ന രാജ്യങ്ങളെല്ലാം ഒരു യുദ്ധത്തിലേക്ക് പോകാതെ ഒരു സംയമനത്തിൻ്റെ പാത തിരഞ്ഞെടുക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അമേരിക്ക കുറെ കൂടി പ്രകോപനപരമായ നിലപാട് ഈ വിഷയത്തിൽ എടുക്കുകയാണ്. ഒരു ഭീഷണിയുടെ സ്വരം ഇന്ന് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വാക്കുകളിൽ നമ്മൾ കേട്ടു. ചർച്ചകൾക്ക് ഇനിയും ഒരവസരമുണ്ട്, അതും ഇല്ലെങ്കിൽ ഒരുപക്ഷെ വലിയ തിരിച്ചടി ഇറാൻ ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത് ഇനി അമേരിക്കയുമായും ഒരു ചർച്ചയ്ക്ക് തങ്ങളില്ല എന്നുള്ള നിലപാടിലേക്ക് ഇറാൻ കൂടി എത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കുറെ കൂടി സങ്കീർണമാകും. അമേരിക്ക കൂടി ഇസ്രയേലിനൊപ്പം ഈ ഒരു യുദ്ധത്തിലേക്ക് വരികയാണെങ്കിൽ അത് കാര്യങ്ങൾ കുറെ കൂടി സങ്കീർണമാക്കും. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇപ്പോൾ പല രാജ്യങ്ങളും വിമാന സർവീസ് അടക്കം നിർത്തിവെക്കുകയും പൗരന്മാർക്കൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാനുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇറാൻ്റെ ഒരു തിരിച്ചടി അത് അവർ ഉറപ്പായും തിരിച്ചടിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതെങ്ങനെയായിരിക്കും എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇസ്രയേലും ആ തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട നഗരങ്ങളിലടക്കം സുരക്ഷാ നിർദ്ദേശങ്ങളും ബങ്കറുകളും ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആശുപത്രികളടക്കം ഇസ്രയേലിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. അവരും ഒരു തിരിച്ചടി അവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഈ രാത്രി തന്നെ അത് ഉണ്ടാകുമോ എന്നുള്ളത് നിർണായകമാണ്. ഇസ്രയേലിന്റെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിൽ 78 പേർ മരിച്ചുവെന്നും 300-ലധികം പേർക്ക് പരിക്കേറ്റു എന്നും ഇറാൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരെ അടക്കം ശാസ്ത്രജ്ഞരെ അടക്കമാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അത് വലിയ നഷ്ടം തന്നെയാണ്. അതിനവർ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. ഡോക്ടർ സായി, വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് അവരുടെ റവല്യൂഷണറി ഗാർഡിൻ്റെ നായകനെ ഒപ്പം തന്നെ സൈനിക തലവനെ ഒക്കെ ഇറാന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവരുടെ ന്യൂക്ലിയർ മിലിറ്ററി ഇൻസ്റ്റലേഷൻസിലേക്കും ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റിയിലേക്കും ഒക്കെയാണ് വലിയ രീതിയിൽ ആക്രമണം നടന്നിരിക്കുന്നത്. എന്തായാലും ഇറാൻ തിരിച്ചടിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അയത്തുള്ള ഖമീനി അടക്കമുള്ളവർ പറയുന്നത്. ഇറാൻ എങ്ങനെ തിരിച്ചടിച്ചാൽ ഇസ്രയേൽ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.